നമസ്കാരം. കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിനെയാണ്. എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇപ്പോൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ഈ തീരുമാനം പ്രവാസി സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മുന്നറിയിപ്പില്ലാതെയുള്ള ഈ പിന്മാറ്റം ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയരാൻ വഴിയൊരുക്കിയിരിക്കുകയാണ്. സാധാരണ പ്രവാസികളുടെ ആശ്രയമായിരുന്ന ബഡ്ജറ്റ് എയർലൈൻ സർവീസ് പിൻവലിക്കാനുള്ള തീരുമാനം ധിക്കാരപരമാണെന്നാണ് പ്രവാസി സമൂഹം ഒറ്റക്കെട്ടായി പറയുന്നത്. വിമാന നിരക്കിൽ പൊറുതിമുട്ടിയിരിക്കുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് ഇരുട്ടടിയാണ് ഈ തീരുമാനം. ഇതുമൂലം കേരള ഗൾഫ് സെക്ടറുകളിലെ വിമാന ടിക്കറ്റ് ഉയരാൻ ഇടയാകും. പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രവാസി ഇന്ത്യക്കാരുടെ ആവശ്യം. ഒക്ടോബർ 26 മുതലുള്ള ശൈത്യകാല സമയ പട്ടികയിൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നിരവധി സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നിർത്തലാക്കിയത്. ലാഭകരമായ ഗൾഫ് സെക്ടറുകളിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പിന്മാറ്റ വാർത്ത വന്നതിന് ശേഷം മിക്ക എയർലൈനുകളും ഇപ്പോൾ തന്നെ നിരക്ക് കൂട്ടിയെന്നാണ് വിവരം. ഗൾഫ് കേരള സെക്ടറുകളിലെ സീറ്റിന്റെ കുറവാണ് നിരക്ക് വർധനയ്ക്ക് അടിസ്ഥാനം. ഗൾഫ് സെക്ടറുകളിലെ ഈ പിന്മാറ്റം യാത്രാ ദുരിതത്തിൽ വലയുന്ന പ്രവാസികൾക്ക് കനത്ത ഇരുട്ടടിയാണ്. സാധാരണ സീസണിൽ ഉണ്ടാകുന്ന നിരക്ക് വർധനയ്ക്ക് പുറമെയാണ് ഇതും. ഓണം, ക്രിസ്മസ്, വേനലവധി, പെരുന്നാൾ എന്നീ സമയത്തൊക്കെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരാനാകാത്ത രീതിയിലാണ് ടിക്കറ്റ് വില. 4-5 ഇരട്ടി തുക നൽകിയാണ് പാവം പല പ്രവാസികളും ഈ സമയത്തൊക്കെ നാട്ടിലെത്തുന്നത്. ഈ തുക നൽകാനില്ലാത്തവർ ഈ സമയത്ത് യാത്രാ കൊള്ള കാരണം അവര് വരാതിരിക്കുകയും പിന്നീട് ഈ ടിക്കറ്റ് വില കുറയുന്ന സമയത്ത് വരികയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. പ്രവാസികളുടെ യാത്രാ സ്വപ്നങ്ങളെ തകർക്കുന്ന ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. എന്തായാലും പ്രവാസികൾക്ക് പുതിയൊരു പണിയും കൂടെ കിട്ടിയിരിക്കുകയാണ്. മുൻപ് ഒട്ടേറെ സമരങ്ങളിലൂടെ നേടിയെടുത്ത ബഡ്ജറ്റ് എയർലൈൻ സേവനം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിനായി ഗൾഫ് സെക്ടറുകളിലേക്ക് കൂടുതൽ വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ അനുമതി നൽകണമെന്നും കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരും ഈ പ്രവാസി പ്രശ്നത്തിൽ ഒന്നിച്ചു പോരാടണമെന്നും പ്രവാസികൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. 2005 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രവാസികൾക്ക് എന്നും ഒരു ആശ്രയമായിരുന്നു. ആ സേവനം നിലനിർത്താൻ അധികൃതർ തയ്യാറാകണം. പ്രവാസി പണമാണ് നമ്മുടെ നാട്ടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമെന്ന് മറക്കാൻ പാടില്ല. വർഷാവർഷം പ്രവാസി പണം വലിയ രീതിയിലാണ് കേരളത്തിലും ഇന്ത്യയിലും എല്ലാം എത്തുന്നത്. പല വീടുകളും പ്രവാസി പണത്തെ പ്രതീക്ഷിച്ചാണ് കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രവാസികളുടെ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ട ഒന്നാണ്. ഈ തീരുമാനം പ്രവാസികൾക്ക് വരുത്തിവെക്കുന്ന യാത്രാ ദുരിതത്തിന്റെയും സാമ്പത്തിക ബാധ്യതയുടെയും ആഴം വളരെ വലുതാണ്. സാധാരണ പ്രവാസികൾക്ക് ഒരു തണലായിരുന്ന ബഡ്ജറ്റ് എയർലൈൻ സേവനം പിൻവലിക്കുന്നത് സ്വകാര്യവൽക്കരണത്തിന് ശേഷം പ്രവാസികളോടുള്ള അവഗണന വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ഈ വിഷയം വെറും വിമാന ടിക്കറ്റിന്റെ നിരക്ക് വർധനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ സാധാരണ പ്രവാസികളുടെ നടുവൊടിച്ച ഈ തീരുമാനം വെറും വിമാന കമ്പനിയുടെ ലാഭക്കുതിയല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മലയാളികളുടെ യാത്രാവകാശങ്ങളോടുള്ള ഒരു സമ്പൂർണ്ണ അവഗണന കൂടിയാണ്. ലാഭകരമായ റൂട്ടുകളിൽ നിന്ന് ബഡ്ജറ്റ് എയർലൈൻ പിന്മാറുമ്പോൾ അതിന്റെ ഭാരം മുഴുവൻ പേർന്നത് ഉത്സവ സീസണുകളിലും അടിയന്തര ഘട്ടങ്ങളിലും നാട്ടിലെത്താൻ വൻ തുക നൽകേണ്ടി വരുന്ന ദാരിദ്ര്യ ഇടത്തരം പ്രവാസി കുടുംബങ്ങളാണ്. അതിനാൽ റദ്ദാക്കിയ സർവീസുകൾ ഉടൻ പുനഃസ്ഥാപിക്കാനും കേരള ഗൾഫ് സെക്ടറിൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. പ്രവാസ ലോകം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന ഈ നീതി എത്രയും പെട്ടെന്ന് അധികൃതർ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.